നല്ല വചനം പേജിലൂടെ നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന ക്രിസ്തു തത്വശാസ്ത്ര പഠനത്തിന്റെ 28ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവത്വ ഗുണലക്ഷണങ്ങളിൽ ക്രിസ്തു സർവവ്യാപിയാണ് എന്ന് വിശുദ്ധ വേദപുസ്തകം പറയുന്നു. ആ കാര്യമാണ് ഞാൻ ഇവിടെ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്. സർവവ്യാപി എന്ന് പറഞ്ഞാൽ ഓംനി പ്രസന്റ് എന്നാണ് ഇംഗ്ലീഷ് പറയുന്നത്. എന്താണ് ഈ ഓംനി പ്രസൻസ് ഓഫ് ക്രൈസ്റ്റ്? ക്രിസ്തു ഒരു സ്ഥലത്ത് ആയിരിക്കുമ്പോൾ തന്നെ മറ്റൊരു സ്ഥലത്തായിരിക്കാനും എല്ലാ സ്ഥലങ്ങളിലും ആയിരിക്കുവാനും ക്രിസ്തുവിന് സാധിക്കുന്നു. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, മനുഷ്യനായ നാം, നമ്മുടെ ജഡശരീരം നമുക്കുള്ളത് കൊണ്ട് നമുക്ക് ഒരു സ്ഥലത്ത് മാത്രമേ ഒരു സമയത്തായിരിക്കാൻ കഴിയുള്ളൂ. ഇപ്പോൾ ഞാൻ ഇടയാറന്മുളയിലാണ് ആയിരിക്കുന്നത്. ഇടയാറന്മുളയിൽ എന്റെ വീട്ടില്, എന്റെ സ്റ്റുഡിയോയിലാണ്. ഇവിടെ ഇരിക്കുമ്പോൾ എനിക്ക് ഡൽഹിയിലായിരിക്കാനോ ബാംഗ്ലൂരിലായിരിക്കാനോ മറ്റേതെങ്കിലും സ്ഥലത്ത് ആയിരിക്കാനോ സാധിക്കുകയില്ല. ഒരു സ്ഥലത്ത് ഒരു സമയത്ത് മാത്രമേ എനിക്കായിരിക്കാൻ കഴിയുള്ളൂ. വേറൊരു സ്ഥലത്ത് ഞാൻ ആയിരിക്കുമ്പോൾ മറ്റൊരു സ്ഥലത്ത് ഞാൻ ഉണ്ടായിരിക്കുകയില്ല. അത് വാസ്തവത്തില് എനിക്ക് ഒരു പ്രത്യേക സ്ഥലത്ത് മാത്രം കഴിയാൻ കഴിയുന്ന അവസ്ഥയാണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ ക്രിസ്തു സർവവ്യാപി ആണ് എന്ന് പല വചനഭാഗങ്ങൾ കൊണ്ടും നമുക്ക് തെളിയിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഞാൻ അതില് പല വചനഭാഗങ്ങളുണ്ടെങ്കിലും ഒന്നോ രണ്ടോ വാക്കുകൾ മാത്രം പറയട്ടെ. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനായി സ്വർഗത്തിൽ ഇരിക്കുന്നവനായ മനുഷ്യപുത്രനല്ലാതെ ആരും പിതാവായ ദൈവത്തെ വെളിപ്പെടുത്തിയിട്ടില്ല എന്ന ഒരു വചനഭാഗം നമ്മൾ വായിക്കുന്നു. അവിടെ പറയുമ്പോൾ ശ്രദ്ധിക്കണം, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനായി സ്വർഗത്തിൽ ഇരിക്കുന്നവനായ. കർത്താവായ യേശു സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു എന്ന് ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 5 മുതൽ 7 വരെയുള്ള വാക്കുകൾ വായിക്കുന്നുണ്ട്. ദൈവരൂപത്തിലിരിക്കെ ദൈവത്തുള്ള സമത്വം മുറിവ് പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി വേഷത്തിൽ മനുഷ്യനായി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം ക്രൂശിലെ മരണത്തോളം തന്നെ അവിടുന്ന് അനുസരണം ഉള്ളവനായി തീർന്നു. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു. അപ്പോൾ തന്നെ ദൈവം പറയുകയാണ്, സ്വർഗത്തിൽ ഇരിക്കുന്നവനായ. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു, ഭൂമിയിലായിരിക്കുന്നു. അപ്പോൾ തന്നെ അവൻ സ്വർഗത്തിലും ഇരിക്കുന്നു. ഇനി യോഹന്നാൻ 3:18 എന്താണ് കർത്താവ് പറഞ്ഞത്? പിതാവായ ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, എന്നാൽ പിതാവിന്റെ മടിയിൽ ഇരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. ഈ 2 വചനഭാഗങ്ങൾ നിങ്ങൾ തടിച്ചു നോക്കി. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനായി സ്വർഗത്തിൽ ഇരിക്കുന്നവനായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവായ യേശു ഭൂമിയിൽ ആയിരിക്കുമ്പോൾ തന്നെ ഹി ഈസ് സീറ്റഡ് ഇൻ ഹെവൻ, സ്വർഗത്തിലും ഇരിക്കുകയാണ്. അവൻ ഭൂമിയിൽ മനുഷ്യനായി 33 വർഷക്കാലം ആയിരിക്കുമ്പോൾ തന്നെ അവൻ പിതാവിന്റെ മടിയിൽ ഇരിക്കുകയാണ്. അങ്ങനെ യോഹന്നാൻ 3:12 പറഞ്ഞത്, ദൈവത്തെ ആരും ഒരു നാളും കണ്ടില്ല, എന്നാൽ പിതാവിന്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു ഒരു സമയത്ത് തന്നെ പല സ്ഥലങ്ങളിലും ആയിരിക്കാൻ കഴിയുന്നവനല്ല എങ്കിൽ ആ വചനഭാഗം എഴുതേണ്ടിയിരുന്നത് ഇങ്ങനെയാണ്: ദൈവത്തെ ആരും ഒരു നാളും കണ്ടില്ല, എന്നാൽ പിതാവിന്റെ മടിയിൽ നിന്ന് ഇറങ്ങി വന്നവനായ യേശു ക്രിസ്തു അല്ലെങ്കിൽ പുത്രൻ അവനെ വെളിപ്പെടുത്തുന്ന പറയുന്നുണ്ട്. അങ്ങനെയല്ല പറയുന്നത്, പിതാവിന്റെ മടിയിൽ ഇരിക്കുന്നവനായ ക്രിസ്തു അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. ഭൂമിയിൽ അവനായിരുന്നപ്പോൾ തന്നെ പിതാവിന്റെ മടിയിൽ അവനായിരിക്കുകയാണ്. ഇതെങ്ങനെ സാധിക്കുക? അത് ദൈവത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഒരേ സമയത്ത് സ്വർഗത്തിലും ഭൂമിയിലുമായിരിക്കുവാൻ, ഒരേ സമയത്ത് പിതാവിന്റെ മടിയിലും ഭൂമിയിലുമായിരിക്കുവാൻ, ഒരേ സമയത്ത് എല്ലായിടത്തുമായിരിക്കുവാൻ ക്രിസ്തുവിന് സാധിക്കും. മത്തായി 18 യേശു പറഞ്ഞു, 2-3 പേർ എന്റെ നാമത്തിൽ കൂടി വരുന്ന ഇടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിൽ ഉണ്ട്. 2-3 പേർ കർത്താവിന്റെ നാമത്തിൽ ലോകത്തിന്റെ 5 വൻകരകളിലെ ഏത് കോർണറിൽ കൂടി വന്നാലും അവരുടെ നടുവിൽ യേശു ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഹി ഈസ് എൻ ഓംനി പ്രസന്റ് പേഴ്സൺ എന്നാണ് എന്റെ അർത്ഥം. അവൻ സർവവ്യാപിയായിരിക്കുന്ന ദൈവമാണ്. ഈ സർവവ്യാപക സ്വഭാവം ദൈവത്തിന് മാത്രമുള്ള സ്വഭാവമാകിയാൽ കർത്താവായ യേശു ക്രിസ്തുവിനും അങ്ങനെ ആയിരിക്കാൻ കഴിയുമെന്ന് പറഞ്ഞിട്ടുള്ളതിനാൽ കർത്താവായ യേശു സർവവ്യാപിയായ ദൈവപുത്രനാണെന്ന് ഈ വചനങ്ങൾ കൊണ്ട് തെളിയുന്നു.